പൊന്നു എങ്ങോട്ടാ? ഹായ് ഫ്രണ്ട്. ഹലോ ഡിയേഴ്സ്, നമ്മളിന്ന് കോയമ്പത്തൂർ ലുലുവിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം കോയമ്പത്തൂർ വേറൊരു ആവശ്യത്തിന് വന്നപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ അതേ ലുലുവിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് മാക്സിൻ്റെ ഷോറൂം ഉള്ളത്. ആദ്യമായിട്ടാണ് മാക്സിലേക്ക് വരുന്നത് കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കളക്ഷനൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞ് കയറിയതാണ്. ഗേൾസിനാണെങ്കിൽ പറ്റിയ ഒരുപാട് ടോപ്പുകളും ഷോർട്ട്സും പലാസോ പാൻസും അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. മോഡേൺ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് തന്നെ പറയാം. പക്ഷെ പ്രൈസ് കുറച്ചല്പം കൂടുതലാണ്. നമ്മൾ ട്രെൻഡ്സിലും അതുപോലെ സ്റ്റുഡിയോയിലൊക്കെ കാണുന്നത് പോലെ അത്രയധികം ഓഫറൊന്നും ഇവിടെ കണ്ടില്ല കേട്ടോ. പിന്നെ ബാഗുകളുണ്ട്. ഇവിടെ മാത്രമല്ല അപ്പുറത്തും ബാഗിൻ്റെ സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ കുറേ ഇന്നർ വെയേഴ്സിനൊക്കെ 199 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. ഞങ്ങളൊന്നും തന്നെ വാങ്ങിയില്ല, പക്ഷെ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കിട്ടോ. ബാഗി പാഡ്സിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. ഒരുപാട് കളർ വെറൈറ്റീസ് കണ്ടു. അതുപോലെ പലാസോ പാൻറ്റിൻ്റെയും പല വെറൈറ്റി കളക്ഷനുകൾ കണ്ടു കേട്ടോ. വൈറ്റ് ഔട്ട്ഫിറ്റ് കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ മൊത്തം മോഡേൺ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പറാണ് കേട്ടോ മാക്സ്. പിന്നെ വിലയും കുറച്ചധികം കൂടുതലാണ്, നമുക്ക് അഫോർഡബിളായിട്ട് തോന്നിയില്ല കേട്ടോ. പിന്നെ ബാഗിൻ്റെ കളക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ട്രാവലിംഗ് ബാഗുകൾ, ലേഡീസിന് ഇടുന്ന പോലത്തെ സ്ലിംഗ് ബാഗുകൾ, അങ്ങനെ പൗച്ച് പോലത്തെ ബാഗുകൾ, അങ്ങനെ കുറേ വെറൈറ്റീസ് കണ്ടു കേട്ടോ. പിന്നെ അതുപോലെ ചെരുപ്പുകളുടെ സെക്ഷനിൽ നല്ല വിലയുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ പോയ സമയത്ത് 199 രൂപയ്ക്കൊക്കെ ഷൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഷൂവിനൊക്കെ അത്യാവശ്യം നല്ല വിലയായിട്ട് തോന്നി. പിന്നെ കുറേ ടെഡീസ്, അതുപോലെ ബാഗിൻ്റെ കളക്ഷൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ബാഗിൻ്റെയൊക്കെ വില എന്ന് പറയുന്നത് 899 രൂപയാണ് കേട്ടോ. നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. അങ്ങനെ ഞങ്ങൾ വെറുതെ ഒന്ന് ഓടിച്ച് നോക്കി, അതേപോലെ തന്നെ പുറത്തേക്ക് പോയി കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടു, കളക്ഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ വിലയും ഏകദേശം രൂപവും പിടികിട്ടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം പോയി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പർച്ചേസിനൊന്നും വന്നതല്ല, ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, കളക്ഷൻ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇനി നമ്മൾ നേരെ പോകുന്നത് ലുലുവിലേക്കാണ് കേട്ടോ. ശരിക്കും വിശാലമായ മുറ്റമാണ് കേട്ടോ. ലുലുവിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു മരം കണ്ടു. ഇതെന്ത് കായാണെന്നറിയില്ല. ഞാൻ വിചാരിച്ച അടയ്ക്കയാണെന്ന് കേട്ടോ. അടയ്ക്കല്ല പറഞ്ഞു ഏട്ടൻ, ഈന്തപ്പഴവും അല്ല. പക്ഷേ ആ മരം തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നിൽക്കണ കാണാനായിട്ട്. ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതെന്ത് മരമാണെന്നുള്ളത്. എനിക്കറിയില്ല. ഞാൻ കുറേ നേരം നിന്ന് നോക്കി, പിന്നെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒറ്റ നിലയിലായിട്ടാണ് നമ്മുടെ ഈ ലുലു, കോയമ്പത്തൂർ ലുലു ഉള്ളത്. പക്ഷേ പറയാതെ വയ്യ കേട്ടോ, പോകുന്ന വഴിക്ക് ഭയങ്കര സ്മെല്ലാണ്. ഡിച്ചിൻ്റെയോ എന്തൊക്കെയോ സ്മെല്ലാണ് കേട്ടോ. ഇവിടുന്ന് എല്ലാം വണ്ടി നിർത്തുന്ന ആ സ്ഥലം മുതലേ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്യൂട്ട് കേസുകളുടെ ഒരു അപൂർവ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ട്രാവലിംഗ് ഒക്കെ പോകുന്നവർ അവിടെ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. അവർക്ക് വലിയ സ്യൂട്ട് കേസൊക്കെ ആവശ്യമുള്ളവർ അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പോകുന്നവർ സാധനം വാങ്ങുന്നോ ഇല്ലയോ ഓരോ ട്രോളി എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സാധനം വാങ്ങാനൊന്നും വന്നതല്ലെങ്കിലും ഞങ്ങളും എടുത്തു ചെറിയൊരു ട്രോളി. അങ്ങനെ നേരെ പോകുമ്പോൾ തന്നെ പെർഫ്യൂമുകളുടെ ഒരു കളക്ഷനാണ് കേട്ടോ. പിന്നെ സോപ്പ്, പല വെറൈറ്റി സോപ്പുകൾ, പിന്നെ ഷാമ്പു കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി കേട്ടോ. കാരണം ഓരോന്നിൻ്റെയും തുളസി ഷാമ്പു, എഗ് വൈറ്റ് ഷാമ്പു, അതുപോലെ ഡാൻഡ്രഫ് ഷാമ്പു, അങ്ങനെ ഓരോന്നിനും ഓരോ സെക്ഷൻ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്നൊരു ഭാഗത്ത്, പിന്നെ പാൻറ്റീനൊരു ഭാഗത്ത്, നമ്മളറിയാത്ത ബ്രാൻഡുകളുടെ ഷാമ്പൂസ് വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകേണ്ടി വരില്ല. അത്രയധികം സാധനങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഓരോന്നും അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ചൂടിന്നൊക്കെ വിട്ടുമാറി നല്ല സുഖമുണ്ട് കേട്ടോ അതിലൂടെ നടക്കാനായിട്ട്. അങ്ങനെ ഹെയർ ഓയിലിൻ്റെ സെക്ഷനാണ്. ഹെയർ ഓയിലിൻ്റെ സെക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്ന ജാസ്മിൻ്റെ ഹെയർ ഓയിലില്ലേ, അത് 60 രൂപയായിരുന്നു. ഞങ്ങൾ വേഗം അതൊരെണ്ണം എടുത്തു കേട്ടോ. പിന്നെ അതുപോലെ റോസ്മേരി വാട്ടർ, ആൽമണ്ട് ഓയിൽ, അങ്ങനെ ഓയിലിൻ്റെ ഭാഗത്ത് എന്തൊക്കെ ഓയിലുണ്ടോ ആ ഓയിലൊക്കെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബ്രാൻഡിൻ്റെ വല്ല പ്രോജക്റ്റും ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നാൽ മതി എന്ന് എനിക്ക് തോന്നിപ്പോവാണ്. കാരണം എന്തൊക്കെ ബ്രാൻഡുകളുണ്ടെന്നേ നമുക്ക് തന്നെ അറിയില്ല. ഇവിടെ വന്നു കഴിയുമ്പോൾ അത്രയധികം ബ്രാൻഡുകൾ ഇതിനുണ്ടോയെന്ന് തന്നെ തോന്നിപ്പോവും. ഈ ചകിരിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. ചകിരി അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടു. അതുപോലെ ഹെയർ കെയർ സാധനങ്ങൾ, പിന്നെ ഫേസിൽ ഇടുന്ന ക്രീമുകൾ,
ഫേസ് പാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു സെക്ഷനിലാക്കി. ഞങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. പിന്നെ പോയത് ഏട്ടൻ്റെ ഫേവറേറ്റ് സെക്ഷനാണ്, പെർഫ്യൂമിൻ്റെ സെക്ഷൻ. അതിലെ ആകെ ഒരെണ്ണം ഏട്ടൻ വേഗം പോയത് ഒരു യാർഡിയുടെ പെർഫ്യൂം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ മേക്കപ്പിൻ്റെ സെക്ഷൻ. ഇത് കണ്ടതും പൊന്നൂന് ലിപ് ബാം വേണം. അവൾ വിഷു കൈനീട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ലിപ് ബാമിൻ്റെ വില കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഈ പൈസയ്ക്ക് നമ്മുടെ നാട്ടിൽ 2-3 കിട്ടുമെന്ന് പറഞ്ഞപ്പം ആളതൊന്നും വാങ്ങാതെ വേഗം വന്നു കേട്ടോ. ഒരുപാട് കളക്ഷൻ ലിപ് ബാം ഉണ്ട്, പലതരം ഫ്ലേവേഴ്സ്. പിന്നെ അതുപോലെ ഐലൈനർ, ഐ മേക്കപ്പിനുള്ള സാധനങ്ങൾ അതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അലോവേര ജെല്ല്, അങ്ങനെയുള്ള ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ സെക്ഷനാണിത്. പിന്നെ ഏറ്റവും ലാഭകരമായിട്ടുള്ള ഒന്നാണ് ഈ റേസർ കേട്ടോ. ഇതെപ്പോഴും നമുക്ക് ആവശ്യമുള്ളതും കൂടിയാണ്. 199 ഒരു 10-12 എണ്ണം ഉണ്ട് കേട്ടോ അതിൽ ഷേവിങ് സെറ്റ്. അതിൻ്റെ തന്നെ മീഡിയം, പിന്നെ ഒരുപാടുള്ള വലിയ പാക്ക്, മീഡിയം പാക്ക്, ചെറിയ പാക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ലാഭകരമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ എണ്ണ ഉള്ളതും നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്കവാറും വരുന്ന എല്ലാവരും തന്നെ ഇതിന്ന് ഒരെണ്ണം എടുക്കുന്നത് കണ്ടു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് നോക്കിയത്. അപ്പം കാര്യം ലാഭമാണ്. അപ്പോൾ ഒരെണ്ണം ഞങ്ങളത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതേപോലെ തന്നെ വേറെ പ്രൊഡക്ട്സുകൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന ലേഹ്യം പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളാണ് നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വെറൈറ്റി ഫ്ലേവേഴ്സിനൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ ഈ ഭാഗത്ത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ പിസ്തയ്ക്ക് 599 റുപ്പീസാണ്. ഇത് 1/4 കിലോയുടെയാണോ 1/2 കിലോയുടെയാണോ എന്നുള്ളത് സംശയമാണ് കേട്ടോ. അതിൽ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അപ്പുറത്ത് നമ്മൾ ബദാമും കാഷ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടിനും 360 രൂപയായിരുന്നു. ഓഫറിലാണെന്നാണ് പറഞ്ഞത്, ലാഭമാണെന്ന് പറഞ്ഞു. ആരും പറഞ്ഞില്ല, ഞങ്ങൾ തന്നെ ഊഹിച്ചെടുത്താണ്. അപ്പോൾ ലാഭമാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് രണ്ടും ഓരോ പാക്കറ്റ് എടുത്തു. നമ്മളിവിടുന്ന് അങ്ങനത്തെ ഒന്നും വാങ്ങാറില്ല. ഈ നമ്മുടെ ഇവിടുന്ന് ഭയങ്കര വിലയാണ്. അപ്പോൾ ഇവിടെ ഓഫറിലാണ് എന്ന് പറഞ്ഞപ്പോൾ വില കുറവായിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾ ഓരോ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് ഈ നമുക്ക് ക്ലീനിങ്ങിനുള്ള സംഭവങ്ങളാണ്. കംഫർട്ടിൻ്റെ സെക്ഷൻ. ഇത്രയധികം വെറൈറ്റി ഫ്ലേവേഴ്സ് കംഫർട്ടിന് ഉണ്ടോ എന്നുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക കേട്ടോ. പച്ച, മഞ്ഞ, ഓറഞ്ച്, നീല വെറൈറ്റി കളേഴ്സിൽ ഇങ്ങനെ അവൈലബിൾ ആണ്. അതും ഡിഫറെൻറ്റ് വലിപ്പത്തിൽ, വലുത്, ചെറുത്, മീഡിയം, അങ്ങനെ ഏത് വേണോ തിരഞ്ഞെടുത്താൽ മാത്രം മതി കേട്ടോ. അതിങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പല ബ്രാൻഡിനൊക്കെ അത്യാവശ്യം വില കുറവുണ്ട് കേട്ടോ. ഈ കംഫർട്ട് പോലത്തെ തന്നെ പല തുണിമുക്കള സംഭവങ്ങൾ പല ബ്രാൻഡിനുണ്ട്, ചെറുതും വലുതുമായിട്ട്. താഴെയുള്ളത് ഏറ്റവും വലുത്, കുറേ മീഡിയത്തിലുള്ള ഒരു അപ്പോൾ ഒന്നും വാങ്ങാനില്ല പറഞ്ഞു. ഇത്ര രൂപയുടെ കുറവിൽ ഐറ്റംസ് കണ്ടപ്പം ഈ വീട്ടിൽ അലക്കുമ്പോൾ അതുപോലെ തുടയ്ക്കാനുള്ളതും പാത്രം കഴുകാനുള്ളതും അങ്ങനത്തെ ഐറ്റംസ് 2-3 എടുത്തു. 2-3 പറഞ്ഞാൽ ഒറ്റ പാക്ക് അതിൽ 3 ഉണ്ടായിരുന്നു. നമ്മൾ എടുത്തില്ല. അങ്ങനെ പിന്നെ ലൈസോണിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ലൈസോണൊക്കെ നമ്മൾ വാങ്ങാനായിട്ട് വന്നില്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓഫർ കാണുമ്പോൾ ഓരോന്ന് എടുത്തതാണ്. കളറ് വ്യത്യസ്തമാണെന്ന് തോന്നുന്നു. അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ സോപ്പ്, പിന്നെ സാനിറ്ററി പാഡ്സിൻ്റെ കളക്ഷൻ തന്നെയുണ്ട്. പിന്നെ തോർത്തുകൾ, അങ്ങനത്തെ കുറേ സോപ്പ്, അതുപോലെ ഡെറ്റോൾ, വെറൈറ്റി ഡെറ്റോളിൻ്റെ കളറുകൾ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അതുപോലെ ഡെറ്റോളും കുറച്ച് ഓഫറിലൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡെറ്റോളും ജ്യൂസിൻ്റെ ഐറ്റംസിലാണെങ്കിൽ കേട്ടോ നമ്മൾ അതും പേരയ്ക്ക ജ്യൂസ് പാക്കറ്റ് ചെയ്യുമ്പോഴും അതുപോലെ എന്തെങ്കിലും മുറിവ് പറ്റിയാലൊക്കെ അത്യാവശ്യമുള്ള സാധനമല്ലേ, നമ്മൾ കുഞ്ഞു കുപ്പി വാങ്ങാറുള്ളതാണ്. ഇവിടെ ഓഫറിൽ കണ്ടപ്പം അങ്ങനെ എടുത്തു. പിന്നെ അതുപോലെ ഒരു ദിവസം ഫ്ലോർ ക്ലീനിങ്ങിനുള്ള ഒരു ജെല്ല്. പിന്നെ അതുപോലെ നമുക്ക് നേരം പോകുന്നതേ അറിയില്ല. അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. ഒരു കുപ്പി ജ്യൂസ് മാത്രം എടുത്തു. അതിന് 50 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു പേരക്കയുടെ ജ്യൂസും കയ്യിലെടുത്തിട്ടുണ്ട്. നല്ല ദാഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് കുടിക്കാൻ പറ്റില്ല. അവിടെ പോയി ബില്ല് ചെയ്ത ശേഷം വേണം കുടിക്കാനായിട്ട്. പിന്നെ കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സ്റ്റാളുണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് അപ്പം ബില്ല് ചെയ്തിട്ട് വാങ്ങി കഴിക്കാം. പക്ഷെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇതാ കുറേ ബാഗുകൾ, ഇപ്പം ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്റ്റാൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ ബാഗുകളൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. എന്തായാലും മെയിൽ സ്കൂൾ വർക്കല്ലേ പറഞ്ഞ് വെറുതെ ഒന്ന് വില നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ണ് തള്ളിപ്പോയി കേട്ടോ. 2000 സംതിങ് ആണ്. നമ്മളിവിടെ നമ്മുടെ നാട്ടിലൊക്കെ 700 ഒക്കെ 800 ആ റേഞ്ചിലുള്ള ബാഗൊക്കെയാണ് വാങ്ങിക്കുക. ഇത് 2000. നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കും കേട്ടോ. പക്ഷേ നമ്മൾ അത് വെറുതെ നോക്കിയതേ ഉള്ളൂ, അപ്പം തന്നെ അങ്ങോട്ട് പോയി. പക്ഷെ കുറേ കുട്ടികൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞതിൽ ബാഗ് ഉൾപ്പെടെ ബുക്സ്,
പെൻസില്, പേന, അങ്ങനെ എന്തൊക്കെ സ്കൂളിലേക്ക് വേണോ അതൊക്കെ പാക്കായിട്ട് ഓരോരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുന്നവരൊക്കെ അവിടേക്ക് കൂടുതലായിട്ടും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മാസം കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്നുള്ളത് കൊണ്ട് തന്നെ കുട്ടികളുടെ സെക്ഷനൊക്കെ, കുട്ടികളെ കൊണ്ട് വരുന്നവരൊക്കെ അവിടെ ഒന്ന് കയറുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ സോപ്പ് പൊടിയുടെ വലിയ വലിയ പാക്കറ്റുകളും, പിന്നെ ഇതുപോലെ ഇന്നാണ് ഞങ്ങൾ ഒരെണ്ണം എടുത്തത് കേട്ടോ. ഒരു ഡിഷ് വാഷർ, പിന്നെ ഒരു ഹാർപ്പിക്ക്, ഒരു ലൈസോൾ, ഇത് മൂന്നും കൂടി വെച്ചിട്ട് അതിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു പാക്കായിട്ടാണ് വെച്ചിരിക്കുന്നത് മൂന്നും കൂടി. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് വെച്ചിട്ട് അവിടെ വെച്ചു. എനിക്കിതെടുത്തു. അതായിരിക്കും ലാഭം എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഇപ്പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കുപ്പികൾ. ഇത് ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇന്നു പറഞ്ഞു ഇത് ഞാൻ എൻ്റെ പൈസ കൊണ്ട് വാങ്ങുമെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം എടുത്ത് കൈ പിടിച്ചു. അതിൻ്റെ വില കണ്ടപ്പോൾ ഞാൻ അവളെ കൊണ്ട് അത് വെപ്പിച്ചു കേട്ടോ. അവിടെ തന്നെ ഭയങ്കര വിലയായിരുന്നു, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് കുടിക്കാനും വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് തോന്നും ഇങ്ങനത്തെ കുപ്പികളൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷെ സാധാ കുപ്പിയിൽ കുടിച്ചാൽ മതി. പിന്നെ ഇപ്പോഴത്തെ ബാർബി എന്തോരം കളക്ഷനാണെന്നറിയോ. ബാർബി പച്ച, മഞ്ഞ, നീല കളർ മുടിയൊക്കെയുള്ള സുന്ദരികളായ ബാർബികൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അവരെ ഒരുക്കാനുള്ള ചീർപ്പ്, കണ്ണാടി ഒക്കെ അതിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പൊന്നൂനിങ്ങനെ ചെറുതായിട്ട് എലിക്കൊക്കെ നോട്ടൊക്കെ പോയെങ്കിലും പിന്നെ കൺട്രോൾ ചെയ്ത് അവൾ നിന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്, ഒന്നും ചോദിക്കരുത് കേട്ടോ പൊന്നൂന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പുറത്ത് വേറൊരു ഡോൾ ഉണ്ടായിരുന്നു, ഒരേപോലത്തെ കുറേ എണ്ണം അങ്ങനെ വെച്ചിട്ടുണ്ട്. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഈ ബാർബി ഡോള്. അതിൻ്റെ ഭംഗി കണ്ടാൽ തന്നെ നമ്മൾ കുട്ടികൾ വീണ് വാങ്ങും കേട്ടോ. അപ്പുറത്താണെങ്കിൽ പേന സ്റ്റാൻഡുകളുടെ കളക്ഷൻ ഉണ്ട്. പേന സ്റ്റാൻഡുകൾ, പല വെറൈറ്റി പേന സ്റ്റാൻഡുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടേബിളിൻ്റെ മുകളിലൊക്കെ ഭംഗിയായിട്ട് വെക്കാൻ പറ്റിയ പേന സ്റ്റാൻഡുകൾ. ഇതാണ് ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ള കോംബോ ഉള്ള സാധനങ്ങൾ. പെയിൻറ്റിങ് സെറ്റ്, അതുപോലെ പെൻസില്, പേന, അങ്ങനെയൊക്കെ കോംബോ ആയിട്ടാണ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പോകുന്നവരൊക്കെ അതിൽ നിന്ന് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വിലയാണ്, 159 രൂപയൊക്കെയാണ്. ചിലപ്പോൾ കൂടുതൽ എണ്ണം ഉണ്ടാവും. ഞങ്ങളത് നോക്കിയില്ല. ഇനിയാണ് വീട്ടമ്മമാരെ ഇതിലെ ക്രോക്കറി ഐറ്റംസ് കണ്ടു കഴിഞ്ഞാൽ വീട്ടമ്മമാരുടെ കണ്ണ് തള്ളും. എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാത്രങ്ങൾ കാണാനും വീട്ടുപകരണങ്ങൾ കാണാനായിട്ടും. വാങ്ങിയില്ലെങ്കിലും കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കുമ്പോൾ തന്നെ അതിങ്ങനെ എടുത്തെടുത്ത് നോക്കും. അതുപോലെ അതിൻ്റെ റിവ്യൂ ചെയ്യണ വീഡിയോസൊക്കെ ഇരുന്ന് കാണും കേട്ടോ. അതൊക്കെ എൻ്റെ ഒരു ഹോബിയാണ്. അപ്പോൾ ആ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് വെറൈറ്റി കടായികൾ കേട്ടോ. നല്ല വിലയുണ്ട്, 2800 രൂപയൊക്കെയാണ് ഓരോന്നിൻ്റെ വില. അത്രയും നല്ല ക്വാളിറ്റി സാധനങ്ങളും കൂടിയിട്ടാണ് കേട്ടോ. ഇവിടെയുണ്ട് കുറേ സൂട്ട് കേസ് വെച്ചിട്ടുണ്ട്. പിന്നെ TV, ഹോം അപ്ലയൻസസ് സാധനങ്ങൾ, TV, ഫാന്, അങ്ങനത്തെ ഐറ്റംസ്. TV ചെറുത് തൊട്ട് വലുതിലേക്ക്, ചെറുതുണ്ട്, ഏറ്റവും വലുതുണ്ട്. ഹോം തിയേറ്റർ പോലത്തെ TVയും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ കോക്കറി ഐറ്റംസ് അപ്പുറത്തൊരു സെക്ഷൻ തന്നെ കോക്കറി ഐറ്റംസിന് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ ഈ അടപ്പുള്ള കടായികൾ പോലത്തെ ഇത് ബോക്സിലാക്കിയിട്ടുള്ളതും ഡിസ്പ്ലേ ചെയ്തിട്ടും ഒരുപാട് വെച്ചിട്ടുണ്ട് കേട്ടോ. TV-യിലുള്ള ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള വീഡിയോസാണ് വന്നുകൊണ്ടിരുന്നത്. ഈ കടായീസിന് ഇപ്പുറത്തെ ഒരു സെക്ഷൻ മൊത്തം കൊടുത്തിരിക്കുകയാണ്. പല കളറിലാണത് ഉള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, അതുപോലെ തന്നെ വിലയും ഉണ്ട്. അതിനൊരു അടപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് വേണേലും കുക്ക് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ്. പിന്നെ അപ്പച്ചട്ടി, നമ്മുടെ ഫ്രൈയിങ് പാന്, ദോശക്കല്ല്, അതുപോലെ ഇങ്ങനെ ചീനച്ചട്ടി പോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടിയുടെയും ദോശക്കല്ലിൻ്റെയും തന്നെ പല വലിപ്പത്തിലുള്ളത് ഒരുമിച്ച് തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ വെള്ളം തോരാൻ എടുക്കുന്ന പോലത്തെ ഡ്രയർ, അങ്ങനത്തെ സാധനങ്ങളും ഒരു വീട്ടിലേക്ക് എന്തൊക്കെ കിച്ചൺ ഐറ്റംസ് വേണോ അതൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ സർവിങ് ബോൾസ് പല ഷേപ്പിലും പല കളറിലും പല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ. ഉപ്പൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ ഭരണികൾ, അതുപോലെ സർവ് ചെയ്യാൻ പറ്റിയ ബോൾസ്, പിന്നെ നമ്മൾ ചായ ട്രേ, അങ്ങനത്തെ സാധനങ്ങൾ, പ്ലേറ്റുകളുടെ തന്നെ വെറൈറ്റി പ്ലേറ്റുകൾ. നല്ല രസമുണ്ട് കേട്ടോ. ഓരോന്നിനും ഓരോ വിലയാണ്. അപ്പോൾ സെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ എന്തോ ഓഫറുണ്ട്, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു.
പിന്നെ കപ്പുകൾ, എന്തൊരു ഭംഗിയാണ് കപ്പുകളെന്നറിയോ, ഓരോ കപ്പുകളും. അപ്പോൾ വൈറ്റ് കപ്പ് കണ്ടപ്പോൾ പൊന്നിന് അത് വേണം. അപ്പോൾ അവളുടെ പൈസ കൊണ്ട് അതൊരെണ്ണം വാങ്ങിയിട്ടോ. കുഞ്ഞാവയുടെ പൈസ കൊണ്ട് കുഞ്ഞാവയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് അവൾ വാങ്ങിയത്. അപ്പോൾ അത് നല്ല രസമുണ്ട്. അധികം അവൾ പിടിച്ചിരിക്കുന്ന കപ്പിന് 60 രൂപയായിരുന്നു. അപ്പോൾ അതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എന്തായാലും യൂസ്ഫുൾ സാധനമാണല്ലോ, എന്തായാലും ഒരു കപ്പ് കിട്ടട്ടെ പറഞ്ഞ് ഞാൻ മിണ്ടാതെ നിന്നു. അങ്ങനെ അത് നമ്മൾ വാങ്ങി നമ്മുടെ ട്രോളിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ പാത്രങ്ങൾ കണ്ടു നടക്കാൻ തന്നെ വേറൊരു സുഖമാണ് കേട്ടോ. നമ്മൾ ഇത് കണ്ട ഒരു ജാർ, ഇതിൽ ചായ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. 700 രൂപ കണ്ടാണ് അതിൻ്റെ വില ഉണ്ടായിരുന്നത് കേട്ടോ. ജഗ് അതിൻ്റെ കളറ് ഗോൾഡൻ കളറാണ്, നല്ല ഭംഗിയുള്ള കളറാണ്. ഞാനത് എടുത്തു, അതുപോലെ തന്നെ അവിടെ വെച്ചു. പിന്നെ ബോൾസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു 4 വാങ്ങണം തോന്നും, പക്ഷെ ഞാനൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. മിക്സി എനിക്ക് അത്യാവശ്യമുള്ള സാധനമായിരുന്നു. മിക്സിയുടെ വിലയൊക്കെ ഞാൻ നോക്കി വെച്ചു വെറുതെ. 3999 രൂപ, 4000 രൂപ എന്ന് വെച്ചോ, അത്രയും വിലയുണ്ട് ഇതിന്. മിക്സിയിൽ തന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാഗിൻ്റെ സെക്ഷൻ, നല്ല ഭംഗിയുള്ള ബാഗുകളുണ്ട് കേട്ടോ. അത്യാവശ്യം വിലയുണ്ട്. എല്ലാത്തിൻ്റെയും വിലയൊക്കെ നോക്കി നല്ല അഫോർഡബിൾ ആണോ എന്നൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതിനൊക്കെ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല, എല്ലാം നോക്കുക മാത്രം ചെയ്തു. എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള നല്ല ഭംഗിയുള്ള ബാക്ക് ബാഗുകളാണ്. സിമ്പിളായിട്ടും ക്യാഷ്വലായിട്ടും ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെ ബാഗുകൾ കേട്ടോ. പിന്നെ കമ്മലിൻ്റെ സെക്ഷൻ, അത് പെണ്ണുങ്ങൾ ഉള്ളിടത്ത് നമ്മൾ കമ്മൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം നോക്കൂ കേട്ടോ. നമ്മുടെ അയ്യപ്പ വിളക്കിന് ഇതുപോലെയൊക്കെ കമ്മൽ വരാറുണ്ട്. ഇതാണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. ജിമിക്കികളുടെ ഒരു എന്താ ലോകം തന്നെ ഉണ്ട് ഇവിടെ. എന്ത് ഭംഗി അറിയാം. പക്ഷെ വില നോക്കൂ, 525 രൂപ. നമ്മുടെ അയ്യപ്പ വിളക്കിന് ഇത്രയൊന്നും വിലയില്ല കേട്ടോ. 100, 150 രൂപ, 200 രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടും. അതുപോലത്തെ ഒക്കെ കമ്മലുകൾ തന്നെയാണ്, പക്ഷേ ഭയങ്കര വിലയാണ്. എന്തായാലും നല്ല ഭംഗിയുണ്ട്. കുറേ കളക്ഷൻ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. പിന്നെ വളകൾ നോക്കാനേ പറ്റൂ, വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ വളകൾ നല്ല രസമുണ്ട് കേട്ടോ, കല്ലുള്ളതും. പിന്നെ കുട്ടികളുടെ സെക്ഷൻ വളകൾ. അങ്ങനെ കമ്മലിന് വേണ്ടിയിട്ട് തന്നെ കുറേ 2-3 ഇങ്ങനെ സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്. എല്ലാവരും നോക്കുന്നേ ഉള്ളൂ, അധികം പേരും വാങ്ങുന്നത് കണ്ടില്ല. പിന്നെ ബിന്ദി കളക്ഷൻ, പൊട്ടിൻ്റെ കളക്ഷൻ, ബാഗ്, സ്ലിംഗ് ബാഗുകൾ, പിന്നെ കയ്യിൽ പിടിക്കുന്ന അതുപോലത്തെ പൗച്ച് പോലത്തെ ബാഗുകൾ. ഇതിനൊക്കെ 699, 499 രൂപയൊക്കെയാണ് കേട്ടോ. കമ്മലിൻ്റെ വെറൈറ്റി കറുപ്പ്, സിൽവർ, ഗോൾഡൻ, അതാണ് കൂടുതലും കണ്ടത്. പക്ഷേ ഏത് ജിമിക്കി എടുത്താലും അതിന് 575 രൂപ, 600 രൂപ ആ ഒരു റേഞ്ചിലാണ് വില കണ്ടത്. പിന്നെ കിച്ചൺ ടവലിൻ്റെ ഒരു ഭാഗമാണ്. അതെന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. അത്യാവശ്യം ഓഫറും ഉണ്ട്. നല്ല വലിപ്പമുള്ള കിച്ചൺ ടവലുമാണ്. എനിക്ക് ഒരെണ്ണം വേണമായിരുന്നു, അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നല്ല നീളമുണ്ട്, 50x100 സെൻറ്റിമീറ്റർ ഉണ്ട്. മൾട്ടി യൂസ് ടവൽ. നമുക്ക് കിച്ചൺ തുടയ്ക്കാനുള്ളത് തന്നെ, നമുക്ക് ഈ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ കൈ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഇത് നമുക്ക് എടുത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിലൊരെണ്ണം ഒരു പീച്ച് ചളി അറിയാത്ത പോലത്തെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് ഈ എടുത്തത്. ബാക്കി വാങ്ങുന്നില്ല. നേരെ പോകും. അപ്പുറത്തെ ഭാഗത്ത് ഫുഡിൻ്റെ ഭാഗമുണ്ട്. അവിടേക്ക് പോയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കണം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് പോകുന്നു. അവിടേക്ക് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ വേറെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെ കിച്ചൺ ടവലിൻ്റെ, പിന്നെ ബെഡ്ഷീറ്റ്, ബെഡ് കവറ്, അതൊക്കെ ഓരോ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എൻ്റെ അമ്മോ, ഇതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. വിഗ്രഹങ്ങളുടെ ലോകം. കുഞ്ഞു വിഗ്രഹങ്ങൾ, നടരാജ വിഗ്രഹം, ഗുരുവായൂരപ്പൻ, മുരുകൻ, കൃഷ്ണൻ, അയ്യപ്പൻ, എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുകയാണ്. ഊഞ്ഞാലാടുന്ന കൃഷ്ണൻ, ഊഞ്ഞാലാടുന്ന ഗണപതി, ഊഞ്ഞാലാടുന്ന അയ്യപ്പൻ, എല്ലാതും ഉണ്ട് കേട്ടോ. ഏത് വേണമെന്ന് മാത്രം നോക്കിയാൽ മതി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട ആരും ഒന്ന് നോക്കിപ്പോകും. നല്ല രസമാണ് കേട്ടോ വിഗ്രഹങ്ങൾ. അല്ലെങ്കിൽ നമ്മൾ വിഗ്രഹങ്ങൾ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇത് നമ്മൾ ലൈറ്റുകളാണ്. ലൈറ്റുകൾ ഹാങ് ചെയ്യണ ലൈറ്റുകളാണ്. നമ്മൾ ഡെക്കോർ പീസാണ് കേട്ടോ. ഈ പൊന്നൂൻ്റെ കയ്യിലുള്ളത് നോക്കൂ, വജ്രം പോലെ തിളങ്ങണു. അതിൻ്റെ മുകളിൽ ഖുറാനുണ്ട്. ബൈബിളിൻ്റെ ചെറിയ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഖുറാനൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കൂ, നല്ല രസമുണ്ട്. ഞാനത് എടുത്ത് നോക്കി. അപ്പോൾ ഒരുമിച്ചാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്, ഒറ്റ സെറ്റായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ.
അറബി അക്ഷരങ്ങളൊക്കെ പഠിക്കാലോ. പിന്നെ ബുദ്ധ പ്രതിമാസ്, അതുപോലെ വിഗ്രഹങ്ങൾ, ഗണപതി വിഗ്രഹം, ഗണപതിയുടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ കണ്ടു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീട്ടിൽ വെക്കാൻ പറ്റിയ പോലത്തെ കുഞ്ഞു ഗണപതി, പൂജാമുറിയിലും ഒക്കെ വെക്കാൻ പറ്റിയ പോലത്തെ. വേറെ കളറിലുള്ള ഒരു ഗോൾഡൻ കളറിലുള്ള കുറേ വിഗ്രഹങ്ങൾ അവിടെ താഴെ കേട്ടോ. പിന്നെ ചില വീടുകളിലൊക്കെ ഇങ്ങനെ നല്ല ഭംഗിക്ക് വെക്കുന്ന പോലത്തെ പല കളറിലുള്ള വിഗ്രഹങ്ങളും താഴെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് അത് കാണാനായിട്ട് കേട്ടോ. ഈ വീടൊക്കെ അങ്ങനെ പൂജാമുറിയൊക്കെ അലങ്കരിച്ച് വെക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇത് നോക്കുമ്പോൾ ഒരു ഡെക്കോർ പീസ് റെയിൻബോ പോലെ ഉണ്ട്, നല്ല രസമുണ്ട്, നല്ല വിലയുണ്ട്. ഇന്ന് ക്രിസ്റ്റലൊക്കെ ആണെന്ന് തോന്നുന്നു. നല്ല അങ്ങനെ കണ്ണിനെ ആകർഷിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ ഭാഗത്ത് മുഴുവൻ ഇങ്ങനത്തെ ഡെക്കോർ പീസുകളുടെ ഐറ്റംസ് ആണ് വെച്ചിരിക്കുന്നത്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. പിന്നെ ഫ്ലവർ പോട്ടുകൾ, പല വെറൈറ്റി ഫ്ലവർ പോട്ടുകളും പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളും ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. വൈറ്റും പിന്നെ പല മൾട്ടി കളറിലുള്ള പല ഷേപ്പിലുള്ള ഫ്ലവർ പോട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വീട്ടിൽ ഇൻഡോർ പ്ലാന്റൊക്കെ വെക്കുന്ന പോലത്തെ പോട്ടുകളാണ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ സെക്ഷനിൽ ഒരുപാട് ടി വികളുണ്ട് കേട്ടോ. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ടി വികൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ ഭാഗത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളിതാ സ്ട്രൈറ്റ്നർ ഉണ്ട്, കേളറ്, അങ്ങനത്തെ ഹെയർ കെയർ ഐറ്റംസ്, ഹെയർ ഡ്രയർ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ് വെക്കുന്ന പോട്ടുകൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഗ്രീൻ ഐറിഷ് കളറിലുള്ള പോട്ടുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വില 90 രൂപ, 110 രൂപ ആ റേഞ്ചിലൊക്കെയാണ് കണ്ടത് കേട്ടോ. നമ്മളവിടെ കൊണ്ടിട്ട് മറ്റേ മണി പ്ലാന്റൊക്കെ കുറേ ഇങ്ങനെ വെക്കുന്നവരാണെങ്കിൽ അത് ഭംഗിയായിട്ട് വെക്കാനായിട്ട് പറ്റും. ഇത് ഇൻഡോറിൽ തന്നെ വെക്കുന്ന ഈ എന്താണ് വാട്ടർ ഫൗണ്ടെയിനാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാൻ. ബുദ്ധാസിൻ്റെ ഇതിൽ മോട്ടർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. മുകളിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഫൗണ്ടെയിനായിട്ട് വെള്ളം ഇങ്ങനെ വന്ന് ഒഴുകിക്കൊണ്ടിരിക്കും. നല്ല രസമാണ്. അതിൽ അങ്ങനെ ആയതുകൊണ്ട് നല്ല വിലയുണ്ട്. 2800 ആ റേഞ്ചിലൊക്കെ ഉണ്ട് കേട്ടോ. ബുദ്ധയുടെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ട്. എല്ലാറ്റിൻ്റെ വില ഇങ്ങനെ വെറുതെ ഒന്ന് നോക്കി വരുന്നവരൊക്കെ അതിലേക്കൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. സംഭവം നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അത് നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്ത് എടുത്താൽ മതി. അങ്ങനെ അതൊക്കെ കണ്ടെടുക്കുമ്പോഴാണ് ഫ്രണ്ടിൽ ചവിട്ടികളുടെ കളക്ഷൻ വന്നത്. അത് നമ്മൾ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിലൊക്കെ ഇടുന്ന പോലത്തെ വലിയ ചവിട്ടികൾ 999 രൂപയാണ് അതിൻ്റെ വില കണ്ടത്. അതൊന്നും നമ്മൾ നോക്കിയതേ ഇല്ല. ഇനി നമുക്ക് ഈ ഭാഗത്തേക്കൊന്ന് കണ്ടുപോയിട്ട് ഇതെന്താണെന്ന് വെച്ചാൽ പാത്രം വെക്കാനുള്ള സ്റ്റാൻഡാണ്. നല്ല ഭംഗിയുള്ള പാത്രം വെക്കാനുള്ള സ്റ്റാൻഡുകൾ നമുക്ക് ഈ നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്തൊക്കെ വെക്കാൻ പറ്റിയ സാധനങ്ങളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരുപാട് പാത്രങ്ങൾ അതിൽ കൊള്ളുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ തന്നെ സ്റ്റീലിൻ്റെ, വുഡൻ്റെ, അങ്ങനെ പല മെറ്റീരിയലിൽ ഉള്ള സ്റ്റാൻഡുകളും അവിടെ അവൈലബിൾ ആണ്. കുറേ പേര് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷൂവിൻ്റെ കളക്ഷനാണ് അവിടെയാണ് കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത്. ഷൂവിൽ ഓഫറൊന്നുമില്ല. ഭയങ്കര 2000-4000 ആ റേഞ്ചിലുള്ള ബ്രാൻഡഡ് ഷൂകളാണ് അവിടെ ഉള്ളത്. കുറേ കളക്ഷൻ ഉണ്ട് അതിൻ്റെ. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡിൻ്റെ കളക്ഷനുള്ള ഭാഗത്തേക്കാണ്. അതിനു മുമ്പ് നമുക്കിങ്ങനെ പാക്കറ്റ് ഐറ്റംസ് ഉള്ള ജ്യൂസുകളുള്ള ഭാഗമൊക്കെ ഉണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കുകയൊക്കെ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ അതൊക്കെ കണ്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ വെറുതെ ഷൂവിൻ്റെ വിലയൊക്കെ ഇങ്ങനെ വെറുതെ നോക്കിയപ്പോൾ 4000 സംതിങ് ഒക്കെയാണ് കേട്ടോ. വുഡ്ലാൻഡിൻ്റെ അങ്ങനെ പല ബ്രാൻഡിൻ്റെ ഷൂകളാണ്. ഒരുപാട് കളക്ഷനും ഉണ്ട്. പിന്നെ കണ്ടെയ്നർ ബോക്സുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളത്, അല്ലാതെ നമ്മൾ എടുത്ത് വയ്ക്കാനുള്ള കണ്ടെയ്നർ ബോക്സുകൾ, അങ്ങനെ ഒരുപാട് കണ്ടെയ്നർ ബോക്സുകൾ. പിന്നെ ചട്ടികൾ, നമ്മുടെ നാട്ടിൽ എപ്പോഴും കിട്ടുന്ന ചട്ടികളൊക്കെയാണ് കേട്ടോ. അല്ലാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതും കണ്ടു. നമ്മൾ ഈ സാമ്പ്രാണിയൊക്കെ പുകയ്ക്കുന്ന പോലത്തെ ചട്ടികൾ, പിന്നെ അതുപോലെ വാട്ടർ ബോട്ടിൽ, ഇത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുന്നതും, പിന്നെ ഇതുപോലെ സ്പോർട്സിനൊക്കെ പോകുന്ന കുട്ടികളുടെ കയ്യിൽ കണ്ടിട്ടില്ലേ, അതുപോലത്തെ വാട്ടർ ബോട്ടിലൊക്കെ. പെഡിഗ്രി പോലത്തെ സംഭവങ്ങളൊക്കെ ഓഫറിൽ, കുറേ വലിയ പാക്കൊക്കെ ഓഫറിൽ വെച്ചിട്ടുണ്ട്. അനിമൽ ഫുഡ്സൊക്കെ.
ഇനി നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോണത് കേട്ടോ. മീൻ മാർക്കറ്റിൽ മീൻ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഷോയ്ക്ക്. നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക, അതിൻ്റെ വില നോക്കുക, എന്നിട്ട് പോയി ബില്ല് ചെയ്തിട്ട് വന്ന് ബില്ല് കാണിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഫുഡ് കിട്ടുക. പക്ഷേ ഓരോ ഭാഗത്തും പോയിട്ട് അങ്ങനെ വാങ്ങുക എന്നുള്ളത് നമുക്ക് കുറച്ച് മടിയുള്ള കാര്യം കൊണ്ട് അത് വാങ്ങാനായിട്ട് കുറച്ച് പാടായി. പിന്നെ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യവും അവിടെ ഇല്ല കേട്ടോ. ഇരുന്ന് കഴിക്കാനുള്ള ഒരു ചെയറോ കസേരോ ഒന്നുമില്ല, അതിനുള്ള ഒരു ഇതൊന്നുമില്ല. നമുക്ക് വേണ്ടത് വാങ്ങിക്കുക, പോകുക, അത്ര തന്നെ. കുറേ പേര് അവിടെ തന്നെ നിന്ന് കഴിക്കുന്നുണ്ട്. അവിടെ വേസ്റ്റ് ഇടാനുള്ള ഒരു വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഇല്ല കേട്ടോ. ഓരോ സ്റ്റാളിലും ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് ഫ്രൈഡ് ഐറ്റംസ് ആണെങ്കിൽ മറ്റൊരു ഭാഗത്ത് ഉപ്പിലിട്ട സെക്ഷനാണ്. മറ്റൊരു ഭാഗത്ത് സ്നാക്സ് ആണെങ്കിൽ വേറെ ഭാഗത്ത് നമ്മൾ ബേക്ക്ഡ് ഐറ്റംസാണ്. അങ്ങനെ ഓരോ സെക്ഷനിലും വെറൈറ്റി ഫുഡ് ഐറ്റംസാണ് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് തന്നെ കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് കുറേ പേര് അത് പാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് ഉണ്ടായത്. പിന്നെ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഇരിക്കാനുള്ള സിറ്റിംഗ് അറേഞ്ച്മെൻ്റൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഫുഡ് എടുത്ത് അപ്പുറത്തേക്ക് ഒരുപാട് ദൂരത്തേക്ക് പോകാമെന്നുള്ളത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് എല്ലാവരും വാങ്ങിയ സാധനങ്ങളിൽ കവറിലിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കുറേ പേര് ബില്ല് ചെയ്യാൻ അപ്പുറത്തോട്ട് പോകണമെന്നുള്ളതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോകുന്നുമുണ്ട്. ഞങ്ങളും അങ്ങനെയാണ് കുറച്ച് സാധനങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പോയത് കേട്ടോ. ഉപ്പിലിട്ട സെക്ഷനിൽ ഒരുപാട് വെറൈറ്റീസ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഫ്രൂട്ട്സ് ഉള്ളത് കേട്ടോ. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി, അങ്ങനെ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. കുഞ്ഞാവ സഹിയിട്ട് നിലത്തിരുന്നിട്ടാണ് കഴിക്കണത്. അപ്പോഴേക്കും ഞങ്ങൾ എടുത്തു കൊണ്ടുപോയി അവനെ അവിടെ നിന്ന് മാറ്റി. അങ്ങനെ ആ കപ്പ് കേക്ക് കഴിച്ച് തീർത്ത് എന്തായാലും അവിടെ നിന്നിട്ട് ബാക്കിയുള്ളത് ഞങ്ങൾ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇനി കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളിത് ബില്ല് ചെയ്യുക, നമ്മൾ വീട്ടിലേക്ക് പോവുക, അത്രയേ ഉള്ളൂ. ഈ സാധനങ്ങൾ ഉന്തിക്കൊണ്ട് നടക്കാനായിട്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിലെ ക്ലീനിങ്ങിനുള്ള ആൾക്കാരിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അവനും ഉരുട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. പൊന്നൂന് അവനെ നോക്കുന്ന ജോലിയായിരുന്നു. അവൻ ഇതുവരെ അവനെ എടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഫുള്ളും അവൻ നടത്തം തന്നെയായിരുന്നു. അതുകൊണ്ട് പ്രശ്നം നമുക്ക് ടയേർഡൊന്നും അങ്ങനെയൊന്നും തോന്നിയില്ല. എന്തായാലും ഇനി വാങ്ങിയ സാധനങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ അത് ബില്ല് ചെയ്ത് നമുക്ക് നേരെ പുറത്തേക്ക് പോകാനുള്ള ഭാഗമാണ് ഇനി അപ്പുറത്തേക്കുള്ള വഴി കേട്ടോ. അതിൻ്റെ ഇടയിൽ വെജിറ്റബിൾസിൻ്റെ ഒരു ഭാഗം അതിൻ്റെ അപ്പുറത്ത് തന്നെയാണുള്ളത്. മുളകുകൾ, എല്ലാത്തരം വെജിറ്റബിൾസും അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസ് വാങ്ങുന്നവർ അപ്പുറത്ത് പോയി വെജിറ്റബിൾസും കൂടി വാങ്ങിയിട്ടാണ് ഇതിലേ പോകുന്നത് കേട്ടോ. അപ്പം എന്തായാലും വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇത്രയധികം ഈ മാളിലൊക്കെ ചിലവായില്ല എന്നുണ്ടെങ്കിൽ കേടുവന്ന് പോകുമെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ചിലവുണ്ടാവും, കാരണം നല്ല തിരക്കുണ്ടല്ലോ. ഇത് ഞങ്ങൾ വന്നത് ഒരു സാറ്റർഡേ ആയിരുന്നു, എന്നിട്ടും നല്ല തിരക്കുണ്ട്. അപ്പോൾ സൺഡേ ഒക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും. വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഒരു ഹോളിഡേ ദിവസമാണെങ്കിൽ ഇവിടെ നല്ല തിരക്കുണ്ടാവും കേട്ടോ. ലുലുവിൽ കയറിയിട്ട് ഒരു സെക്ഷൻ ഒരു ഭാഗത്ത് പോലും തിരക്കില്ലാതെ കണ്ടില്ല. എല്ലാ ഭാഗത്തും തന്നെ ആൾക്കാരുടെ ബഹളമുണ്ട്. ചിലപ്പോൾ സ്ഥിരം വരുന്നവരായിരിക്കണം കേട്ടോ. അപ്പം ഓരോ ഈ പാക്കഡ് ഫുഡ് ഐറ്റംസൊക്കെ നമുക്ക് വാങ്ങിയിട്ട് പോയിട്ട് വീട്ടിൽ പോയി കഴിക്കാവുന്നതേ ഉള്ളൂ. സാലഡ് എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ബില്ലിങ് കുറച്ച് അപ്പുറത്തേക്കായിരുന്നു. പിന്നെ അവിടെ പോയി ബില്ല് ചെയ്ത് പിന്നെ ഇവിടെ വന്ന് പാക്ക് ചെയ്ത് വാങ്ങി ഇവിടെ നിന്ന് കഴിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാനത് മെല്ലെ ഉപേക്ഷിച്ചു. ഉപ്പിലിട്ട ഭാഗത്താണെങ്കിൽ ഒലീവ് തൊട്ടിട്ട് നെല്ലിക്ക തൊട്ടിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഈ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. കൂടാതെ മുളക് പൊടിയും പിന്നെ അതിന് ഒരു സോസും ഒക്കെ അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഐറ്റംസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്ത് വേണമെന്ന് സെലക്ട് ചെയ്യേ വേണ്ടൂ. പിന്നെ ജാമാണെന്ന് തോന്നുന്നു, വേറെ പാത്രങ്ങളിലാക്കിയിട്ട് സ്പൂണൊക്കെ വെച്ച് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെത്തിനും 25 രൂപ ആ ഒരു റേഞ്ചിലാണ് കണ്ടത്. പിന്നെ ഡ്രീം കേക്ക് കണ്ടപ്പോൾ പൊന്നിൻ്റെ കണ്ണ് അവിടെയൊക്കെ ആയി. പക്ഷേ ഞങ്ങൾ വാങ്ങിയൊന്നുമില്ല. ഡ്രീം കേക്ക് പൊന്നിന് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. 1-2 തവണ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഒരു കേക്ക് എടുത്തു, വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ മൊത്തം ഈ പാക്കഡ് കേക്കിൻ്റെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പർച്ചേസ് ഫിനിഷ്ഡ് ആയിരിക്കുകയാണ്. പിന്നെ ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ്. ബില്ലിങ്ങിൻ്റെ ആ ഭാഗത്ത് തന്നെയാണ് ചോക്ലേറ്റിൻ്റെത്. ഞങ്ങൾ അവിടേക്ക് ഇത് കൊണ്ടുപോയി വെച്ചതും കുഞ്ഞാവ് അവിടെ നിന്ന് വേണ്ട ചോക്ലേറ്റൊക്കെ പൊരിക്കി അതിനുള്ളിലിടുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കണ്ടതുപോലുമില്ല. അപ്പോൾ അത് വാങ്ങിയപ്പോഴേക്കും ആൾക്ക് ഭയങ്കര സങ്കടമായി. എന്നിട്ട് ഒരു ചർച്ചിലൊക്കെ കഴിഞ്ഞിട്ട് അതെടുത്ത് ഇതിനുള്ളിലിട്ടു. അത് സ്നിക്കേഴ്സ് ആയിരുന്നു. എന്തായാലും അത് 2 അവൾക്കും അവൻ മോനും കൂടി പൊന്നിനും മോനും കൂടിയിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ അത് കഴിഞ്ഞത് നമ്മൾ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തിട്ട് ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകുകയാണ്. പോകുന്ന വഴിക്ക് ഈ നമ്മൾ വരുമ്പോൾ ഉണ്ടായിരുന്ന അതേപോലത്തെ ബാഡ് സ്മെല്ല് തന്നെയായിരുന്നു ആ ഭാഗത്തുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, പക്ഷേ സ്മെല്ല് ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി നിർത്തുന്ന ആ ഭാഗത്ത് എന്തിൻ്റെ സ്മെല്ലാന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്മെല്ലായിരുന്നു. അത് എന്തെങ്കിലും ചെയ്താൽ അത് മാറ്റിയാലേ അവിടുത്തെ ഒരു ഇത് മെച്ചപ്പെടുള്ളൂ കേട്ടോ. ശരിക്കും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലും ടൗണിലൊക്കെ വന്നിട്ട് പോയി നോക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ സ്ഥലം എന്ത് നല്ലതാണ്, എത്ര പൊല്യൂഷൻ ഇല്ലാത്ത എയറാണ് നമുക്ക് ശ്വസിക്കാൻ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓരോ സാധനങ്ങളെടുത്ത് പുറത്തേക്ക് വെച്ചു. ആദ്യം തന്നെ ആ പേരക്ക ജ്യൂസായിരുന്നു. നല്ല ദാഹം കൊണ്ട് പകുതി 3/4 ഭാഗവും കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും, പിന്നെ അതുപോലെ ആ കപ്പ്, കുഞ്ഞാവയുടെ കൈനീട്ടം കൊണ്ട് വാങ്ങിയ ആ കപ്പും 65 രൂപയോ 70 രൂപയുടെയോ ഒരു കപ്പും വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും എടുത്തു വെച്ചു. പിന്നെ അതുപോലെ കാഷ്യൂസും ബദാമും അതും ഓരോ പാക്കറ്റ് നമ്മളെടുത്ത് വെച്ചു. പിന്നെ അത് ഇതെന്താണെന്ന് വെച്ചാൽ ഷേവിങ് സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതാണ്. പിന്നെ കാഷ്യൂസും ബദാമും ഓരോ പാക്കറ്റ് വാങ്ങിയതിൽ ഓരോ പാക്കറ്റ് അത് പൊട്ടിച്ച് ഏതെങ്കിലും ഡപ്പയിൽ, എയർ കയറാത്ത ഡപ്പയിൽ അടച്ചു വെക്കണം. പിന്നെ നമ്മൾ തുണി കഴുകുന്ന ലിക്വിഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, കിച്ചൺ ടവൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് 2ആക്കി മുറിച്ചിട്ട് വേണം അത് യൂസ് ചെയ്യാൻ. കുറച്ച് വലിപ്പമുണ്ടത്, നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഒരു ഹെയർ ഓയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, ജാസ്മിൻ്റെ 60 രൂപയുടെ, അതും. പിന്നെ ഫ്ലോർ ക്ലീൻ ലിക്വിഡും ഡിഷ് വാഷറും, പിന്നെ അത് 3 കൂടിയുള്ള ഒരു പാക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. എന്തായാലും അത്യാവശ്യം ലാഭത്തിൽ കിട്ടിയ സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഡെറ്റോള്, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.